ഹലോ, ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു റെസിപ്പിയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ കഴിക്കണമെന്ന് തോന്നിയൊരു ഡിഷാണ്. ആൻഡ് എനിക്കിത് നല്ല ഇഷ്ടമായി. മധുരം ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിതിന് അഡിക്റ്റായി പോവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ആൻഡ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തീരുകയും ചെയ്യും. അപ്പം നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് വേമസലിയാണ്. അത് കനം കുറഞ്ഞതാണെങ്കിൽ അത്രയും നല്ലത്. ചിലത് കട്ടിയുള്ളതുണ്ടാവും, അതാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കനം കുറഞ്ഞ വേമസലിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാല്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. എന്നിട്ട് കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറോ മൈദപ്പൊടിയോ യൂസ് ചെയ്ത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതൊരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് ലെയറിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ സേമിയയുടെ മിക്സ് നമ്മൾ ആദ്യം ഒരു ലെയറായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ പാലിൻ്റെ മിക്സ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. അപ്പം നമ്മുടെ നവാബി സമായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡെസേർട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.